നമസ്കാരം. ഉദയ് ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം വിജയകരം. സാധാരണ ട്രെയിനിനേക്കാൾ 2 അടി ഉയരം കൂടുതലാണ് ഉദയ് ഡബിൾ ഡെക്കർ ട്രെയിനിന്. ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ AC ചെയർ കാറിന്റെ സവിശേഷതകൾ ഏറെയാണ്. ബർത്തില്ലാതെ പകൽ യാത്രകൾക്ക് അനുയോജ്യമാകുന്ന തരത്തിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. AC ഇരുനില ട്രെയിനുകളാണ് ഡബിൾ ഡെക്കർ. സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് 2 അടി വരെ ഉയരം കൂടുതലാണ് ഈ ട്രെയിനിന്. കാലുകൾ നീട്ടിവയ്ക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ട്രെയിനിന്റെ രൂപകൽപ്പന. ഇരുനിലകളിലും ഇത്തരത്തിൽ സീറ്റുകൾ ഉണ്ടാകും. 12 മുതൽ 16 കോച്ചുകൾ വരെയാണ് ട്രെയിനിന് ഉണ്ടാവുക. ഇന്നലെ ബാംഗ്ലൂരു കോയമ്പത്തൂർ ഉദയ് ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. സർവീസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ ഭാഗമായി നടത്തിയ പരീക്ഷണ ഓട്ടമാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്നലെ രാവിലെ 8 കോയമ്പത്തൂരിൽ നിന്നും പരീക്ഷണയോട്ടം ആരംഭിച്ചു. പൊള്ളാച്ചിയിലൂടെ 11:05 പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലും 11:10 പാലക്കാട് ജംഗ്ഷനിലും എത്തിയ ട്രെയിൻ 1:20 മടക്കയാത്ര ആരംഭിച്ചത്. 3:45 കോയമ്പത്തൂരിലെത്തി. സേലം, പാലക്കാട് ഡിവിഷനുകൾ ഉൾപ്പെടുത്തിയാണ് പരീക്ഷണോട്ടം നടത്തിയത്. ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ AC ചെയർ കാറാണിത്. ട്രെയിനിന്റെ സ്ഥിരം സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചെങ്കിലും സമയക്രമത്തിൽ തീരുമാനമായിട്ടില്ല. നിലവിൽ പുലർച്ചെ 5:45 കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ 12:40 ബാംഗ്ലൂരുവിലെത്തും. 2:15 മടക്കയാത്ര. രാത്രി 9:30 കോയമ്പത്തൂരിൽ തിരിച്ചെത്തിയേക്കും. നിലവിൽ പുലർച്ചെ 5:45 കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ 12:40 ബാംഗ്ലൂരുവിലെത്തും. 2:15 മടക്കയാത്ര. രാത്രി 9:30 കോയമ്പത്തൂരിൽ തിരികെ എത്തും. 432 കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. കോയമ്പത്തൂർ നോർത്ത്, തിരുപ്പൂർ, ഈറോഡ്, സേലം, തിരുപ്പൂർ, കുപ്പം, KR പുരം, ബാംഗ്ലൂർ സിറ്റി എന്നിവിടങ്ങളിലായി 9 സ്റ്റോപ്പുകളാണ് നിലവിലുള്ളത്. കോയമ്പത്തൂർ മുതൽ പൊള്ളാച്ചി വരെ 45 കിലോമീറ്ററോളം, ഇവിടെ നിന്ന് പാലക്കാട് വരെ 45 കിലോമീറ്ററുമാണ് പുതിയതായി സർവീസ് നടത്തുന്നത്.